നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നടിയാണ് ജ്യോതിക. അവർ പണ്ടൊരിക്കൽ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സീതാ കല്യാണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയുടെ കൂടെ കാതൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അവർ അഭിനയിക്കേണ്ടതായിരുന്നു. അതും നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ. ആ ഒരു സിനിമയെക്കുറിച്ചും അവരെന്തുകൊണ്ട് അതിൽ അഭിനയിച്ചില്ല എന്നുള്ള കഥകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പണ്ട് 2003 സീതാ കല്യാണം എന്ന് പറഞ്ഞ ടി കെ രാജീവ്കുമാറിൻ്റെ, ജയറാമും ഇന്ദ്രജിത്തും ഗീതു മോഹൻദാസും ഒക്കെ അഭിനയിക്കുന്ന സിനിമയിലാണ് ജ്യോതിക ആദ്യമായിട്ടൊരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷേ ആ സിനിമ പ്രൊഡക്ഷനിലൊക്കെ എന്തൊക്കെയോ ഡിലേ ഒക്കെ വന്നിട്ട് കുറേ കാലം കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു 2008 ഒക്കെ ആയപ്പോഴാണ് ആ സിനിമ തിയേറ്ററിൽ എത്തിയത്. പക്ഷേ അത് പരാജയമായിരുന്നു. പിന്നെ പ്രിയദർശൻ്റെ രാക്കിളിപ്പാട്ട് എന്ന് പറഞ്ഞത്, അത് മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ടാണ് ആ സിനിമ ചെയ്തത്. ആ സിനിമയും ഇതേപോലെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. സിനിമ എത്രത്തോളം വിജയമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു 2 സിനിമകളിൽ മാത്രമാണ് മലയാളത്തിൽ നമ്മൾ ജ്യോതികനെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു മലയാള സിനിമകൾ ജ്യോതിക ഭാഗമായിട്ടുള്ളത് ഈ 2 സിനിമകൾ മാത്രമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയിലേക്ക് അവർ വിളിച്ചിരുന്നു. അത് ഭദ്രൻ സംവിധാനം ചെയ്ത ഉടയോൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. നമുക്കറിയാം, സ്ഫടികവും ഒളിമ്പിൻ അന്തോണിയും അതുപോലെ തന്നെ വെള്ളിത്തിര, അങ്ങനെ വളരെ അപൂർവ സിനിമകളാണ്. അതിന് മുമ്പുണ്ട് 80s അയ്യർ ദി ഗ്രേറ്റും, 90s അയ്യർ ദി ഗ്രേറ്റും, അതിന് മുമ്പ് 80s പൂമുഖപ്പടിയിൽ നിന്ന് അങ്ങനത്തെ സിനിമകളൊക്കെ ഭദ്രൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ലാലേട്ടൻ്റെ കൂടെ സ്ഫടികവും അതുപോലെ ഒളിമ്പിൻ അന്തോണിയാണ് ചെയ്തത്. പിന്നെ പൃഥ്വിരാജിൻ്റെ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമ. ഇത് കഴിഞ്ഞിട്ട് ഭദ്രൻ ചെയ്യുന്നൊരു സിനിമയായിരുന്നു. വളരെ പ്രതീക്ഷകളോട് കൂടിയാണ് ആ സിനിമ അന്ന് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നത്. നമ്മുടെ സുബൈർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സിനിമ 2006 റിലീസായത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളും ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് 2005. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു ഒരുവിധം അന്നത്തെ മലയാള സിനിമയിൽ ഒരുവിധം പ്രമുഖ നടന്മാരൊക്കെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോജ് കെ ജയൻ, കലാഭവൻ, ഇന്നസെൻറ്റ്, ജഗതി ശ്രീകുമാർ, പിന്നെ നാസർ അഭിനയിച്ചിട്ടുണ്ട്. കുറേ പേരുണ്ട് ആ സിനിമയിൽ. നമ്മുടെ താഴ്വാരത്തിൽ വില്ലൻ, അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സിനിമ പരാജയമായിരുന്നു. നമുക്കറിയാം, തിയേറ്ററിൽ അന്നത് നിർമ്മാതാവിന് ലാഭം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, കാരണം നല്ല ഇനീഷ്യൽ പുള്ളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സിനിമയുടെ അനൗൺസ്മെൻറ്റ് സമയത്ത് മോഹൻലാലിൻ്റെ സിനിമയിൽ മലയാളത്തിൽ ജ്യോതിക അഭിനയിക്കുന്നു എന്ന് പറയുന്നതായിരുന്നു അന്നത്തെ ഒരു അനൗൺസ്മെൻറ്റൊക്കെ. അന്നത്തെ മാഗസീൻസിലൊക്കെ അതൊക്കെ ഒരു വാർത്തയൊക്കെ ആദ്യം വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ജ്യോതിക ഈ പറയുന്ന പോലെ ചന്ദ്രമുഖി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്തു നിൽക്കുന്ന ഒരു സമയമാണ്. ജ്യോതിക അന്ന് തമിഴിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നതാണ്. അപ്പോൾ ജ്യോതികയുടെ ഡേറ്റിൻ്റെ ചില പ്രശ്നം കാരണമാണ് ലയ എന്ന് പറയുന്ന നടി, അവർ തൊമ്മനും മക്കളും സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ജയറാമിൻ്റെ നായികയായിട്ട് കണ്ടിട്ട്, അങ്ങനെ അവരാണ് ആ ഒരു സിനിമ ചെയ്തത്. പക്ഷേ ആ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയാം ശരിക്കും തിയേറ്ററിൽ. പക്ഷേ ലാലേട്ടൻ്റെ ആ സിനിമ കണ്ടവർക്കറിയാം, ലാലേട്ടൻ അച്ഛനും മകനായിട്ട് ഡബിൾ റോൾ ചെയ്താണ്. ലാലേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഭദ്രൻ തന്നെ പിന്നീട് ഈ ഒരു സിനിമയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്ഫടികം പോലെ തന്നെ വളരെ പ്രിയപ്പെട്ട സിനിമയാണ് ഉടയോൻ. അതായത് ലാലേട്ടനൊക്കെ 6 മണിക്കൂറും 7 മണിക്കൂറൊക്കെയാണ് മേക്കപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്ത്. ലാലേട്ടൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ആ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ സംവിധായകൻ ഭദ്രനോട് പറഞ്ഞത്, എൻ്റെ അച്ഛനെ ഈ സിനിമയൊന്ന് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ ലാലേട്ടൻ്റെ അച്ഛന് വേണ്ടി ഒരു ഷോ നടത്തി. ലാലേട്ടൻ അച്ഛൻ ആ സിനിമ കണ്ടു. അച്ഛന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് ലാലേട്ടൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഭദ്രനായിട്ട് തോന്നിയ ഗംഭീരമായിട്ടുണ്ട് സിനിമ, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ലാലേട്ടൻ തന്നെ പറഞ്ഞു, ഈ സിനിമ തിയേറ്ററിൽ ഓടുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്, പക്ഷേ എനിക്ക് പൂർണ്ണ സംതൃപ്തി ഈ സിനിമ കിട്ടി എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ജ്യോതിക ലാലേട്ടൻ കോംബോ അന്ന് സംഭവിച്ചില്ല. ഇതേപോലെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമയിൽ ജ്യോതിക അഭിനയിച്ചു. ആ സമയത്ത് തന്നെയാണ് തുടരും എന്ന് പറയുന്ന സിനിമയിലേക്ക്, അത് നമുക്കറിയാം ഇൻഡസ്ട്രി ഹിറ്റായി. ഇപ്പോൾ തുടരിൻ്റെ കളക്ഷൻ ലോക വെട്ടിച്ചിട്ടുണ്ട്. എന്തായാലും തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടൻ്റെ നായികയായിട്ട് ആദ്യം ഇവരുടെ മനസ്സിൽ ശോഭന ഉണ്ടായിരുന്നു. പിന്നെ ശോഭനേനെ അപ്രോച്ച് ചെയ്താൽ ശോഭന ഒരുപാട് ഡാൻസിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ശോഭനേനെ കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇവർ വേറെ ഓപ്ഷൻസ് നോക്കി. ഇവർ മഞ്ജു വാര്യർ നോക്കിയിരുന്നു, പിന്നെ ജ്യോതികനെ നോക്കിയിരുന്നു. മഞ്ജു വാര്യരുടെ കാര്യം എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. മഞ്ജു വാര്യർ ഇവരെ അപ്രോച്ച് ചെയ്തിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും തരുൺമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർ ജ്യോതികയുടെ അടുത്ത് സംസാരിച്ചിട്ട് എനിക്കൊന്ന് കഥ വരെ പോയി പറഞ്ഞിട്ടുണ്ട് ജ്യോതികയുടെ അടുത്ത്. ജ്യോതിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ആ സമയത്ത് ജ്യോതിക്ക് ഒരു വിദേശ ട്രിപ്പ്, എനിക്കൊന്ന് ഫാമിലി ട്രിപ്പാണ്, സൂര്യയും മക്കളൊക്കെ ആയിട്ട് ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്ത ഒരു ഡേറ്റിലേക്ക് ഇവർ ഓൾറെഡി ഫിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണമാണ് ശോഭനയിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ 2 സിനിമകളാണ് ജ്യോതികയുടെ ലാലേട്ടനായിട്ട് മിസ്സായി പോയത്. ഇപ്പോൾ ജ്യോതിക സത്യം പറഞ്ഞാൽ സൂര്യനെ കല്യാണം കഴിച്ച ശേഷം ഒരു ബ്രേക്ക് എടുത്തു, 8-10 വർഷം സിനിമയൊന്നും ചെയ്യാതെ. പിന്നെ നമ്മുടെ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന ഒരു സിനിമയുടെ റീമേക്കിലൂടെ വീണ്ടും വന്നു. പിന്നെ കുറേ സിനിമകൾ അഭിനയിച്ചു. ഇപ്പോൾ ഹിന്ദി സിനിമകളുടെയൊക്കെ ഭാഗമാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജ്യോതിക പണ്ട് അഭിനയിച്ച സിനിമകളൊക്കെ വീണ്ടും ഇപ്പോൾ ഖുഷിയൊക്കെ വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ.
എനിക്ക് തോന്നുന്നു തിരുമലയും വീണ്ടും റിലീസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ കേൾക്കൊന്നും അറിയില്ല. എന്തായാലും ജ്യോതികയുടെ ഫേവറേറ്റ് സിനിമകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ സീതാ കല്യാണവും രാക്ലിപ്പാട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയുക. ജ്യോതികയുടെ ഫേവറേറ്റ് സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതും നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.